പൈസ തരുന്നതിന്റെ അല്ല പൈസ തരുന്നതിന്റെ അല്ല ഇറങ്ങി വാ ചേച്ചി ഇറങ്ങി വാ പൈസ തരാമെന്ന് ഞങ്ങള്. ഇല്ലല്ല പൈസ തരുന്നതിന്റെ അല്ല, ഇതൊക്കെ ബാഗിനകത്ത് കയറ്റി വെക്കുന്നതേ. എന്തിനാ എന്തോ ഇത് ആ ബാഗ് തുറക്ക് ചേച്ചിയുടെ ബാഗ് തുറക്ക് ആ ബാഗ് തുറന്ന്. എല്ലാവർക്കും നമസ്കാരം. കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ചിലപ്പം അറിയാതെയൊക്കെ മോഷണങ്ങൾ നടത്തും. അതിന്റെ റീസൺ വേറൊന്നുമില്ല, നമ്മുടെ പക്വതയില്ലായ്മ, നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ടൊക്കെ നമ്മൾ മോഷണങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷെ കുറച്ചുകൂടി അറിവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത്തരം പരിപാടികൾ ചെയ്യില്ല. ഇനി നമ്മുടെ മധുവിനെ പോലെയൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് വിശപ്പ് കൊണ്ട് ഗതികേട് കൊണ്ട് മോഷ്ടിച്ച ആൾക്കാരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വേറെ വഴിയില്ലാണ്ട് മോഷണം നടത്തിയ ആൾക്കാരുമുണ്ട്. അങ്ങനെയുള്ളവരെ തല്ലിക്കൊന്നൊരു നാടും കൂടിയാണ് ഈ നാട്. അതിൽ ഇപ്പോഴും എനിക്ക് ലജ്ജയും പുച്ഛവും മാത്രമേ ഉള്ളൂ. എന്നാൽ വേറെ ഒരു ഗുരുവില്ല, പണിയെടുക്കാനുള്ള ആങ്കും ഉണ്ട്, എന്നാൽ ഒരു കുഴപ്പമില്ല. എന്നാലും മറ്റുള്ളവൻ്റെ സാമാനം അടിച്ചുകൊണ്ട് പോകുന്ന ചില ടീംസുകൾ, സ്വർണ്ണ മോഷണം, മറ്റു മോഷണം, വീടുകളിൽ കയറി മോഷണം, രാത്രി മോഷണം, തുണിക്കടയിൽ മോഷണം, ഇങ്ങനെ പല രീതിയിലാണ് മോഷണങ്ങൾ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് നമ്മളാട് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പലതും ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ ആ കുട്ടിക്കാലത്തിന്റെ ആ ഒരു ഏജിന്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പലതും കാട്ടിക്കൂട്ടാറുണ്ട്. എന്നാൽ വലുതായതിനു ശേഷം അമ്മാതിരി പ്രവൃത്തി നമ്മൾ ചെയ്യത്തില്ല. കാരണം അന്ന് ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിയും. അതിനെ തുടർന്ന് റിഗ്രറ്റ് അടിച്ചിട്ടുള്ള കാലഘട്ടങ്ങൾ വരെ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ കാണാം. ഈ തുണിക്കടയിൽ പോയിട്ട് തുണി മേടിക്കാനാണല്ലോ പോകുന്നത്. എന്നാൽ അവിടെ പോയിട്ട് രണ്ട് ചേച്ചിമാര് സ്വന്തം ബാഗ് നിറച്ച് തുണികൾ കുത്തി ഞെരിവി കയറ്റി വെച്ചിട്ട് അടിച്ചോണ്ട് പോവുക. തൂക്കിയപ്പോ പറയാണ്, തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന് പറയുന്നതുപോലെ ഞങ്ങൾ പൈസ തരാം. പൈസ എന്നാൽ പ്രശ്നം നിന്നല്ലോ. മോഷ്ടിച്ചതാണെങ്കിൽ എന്ത്, നമ്മൾ പൈസ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വസ്തുവായി പിന്നെ മോഷണമല്ലല്ലോ. അത് കൊള്ളാം. അതൊരു നല്ലൊരു ഐഡിയ ആണല്ലോ, മോഷ്ടിക്കാം. അഥവാ പിടിക്കപ്പെട്ടില്ലെങ്കിൽ പൈസ കൊടുക്കാതെ സാധനം കൊണ്ട് മുങ്ങാം. ഇനി എങ്ങാണ്ട് പിടിക്കപ്പെട്ടിട്ട് പൈസ തന്നു കഴിഞ്ഞാൽ പിന്നെ അത് മോഷണമല്ലല്ലോ, പിന്നെ നമ്മൾ വാങ്ങിയ സാധനമല്ലേ. ഈ ലെവൽ അത് കൊള്ളാം കേട്ടോ, നല്ല ഐഡിയ. നാളെ ഈ പരിപാടി ഞാനും തുടങ്ങാം. നാളെ എവിടെയെങ്കിലും പോയിട്ട് മോഷ്ടിക്കാം, എന്നിട്ട് പിടിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ദാനം കൊണ്ടങ്ങ് മുങ്ങാം. പിടിച്ചു കഴിഞ്ഞാൽ അയ്യോ പൈസ തരാം, പ്രശ്നമില്ലല്ലോ. നമുക്ക് അമ്മാതിരി വീഡിയോ ഒന്ന് കാണാം. എന്തായാലും കൊള്ളാം. ഇത്രയും സാധനങ്ങൾ മോഷ്ടിച്ചിട്ടും പൈസ തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതാണ് എന്തായാലും ചേച്ചിമാരുടെ മോഷണ വീഡിയോ കാണാം. പൈസ തരാന്ന് ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ. ചേച്ചി ഈ ബാഗ് നിറച്ച് തുണികൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തുണികളോടാണെന്ന് തോന്നുന്നു ചേച്ചിക്ക് പ്രേമം. അതുകൊണ്ടാണ് ചേച്ചി ബാഗ് നിറച്ച് തുണികൾ നിറച്ചു വെച്ചിട്ടുള്ളത്. ചേച്ചി കാണിക്ക്. എടാ മോഷ്ടിച്ചാന്ത്, ഞാൻ പൈസ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് എന്നാ ഗീരകത്ത് ഉണ്ടാക്കുന്നത്? ഞാൻ പൈസ തരും, മോഷ്ടിച്ചാലും ഇല്ലെങ്കിലും. പൈസ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ വിഷയം ഇവിടെ? തരാന്ന് പറഞ്ഞില്ലേടേ. കണ്ട ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ട, എല്ലാരും നോക്കി വെച്ചു കഴിഞ്ഞു. ഈ ചേച്ചീനെ എവിടെ കണ്ടാലും ഒരു കടയിൽ അടുപ്പിക്കരുത്. കാരണം ചേച്ചി മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതുവഴി അങ്ങ് പോകും. ഇനി എങ്ങാണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചേച്ചി പൈസ തരും കേട്ടാ. ഡീലാണ് ചേച്ചി, ന്യായമായിട്ടുള്ള ഡീലിനേ ഉള്ളൂ. എന്തായാലും ഇതാണ് ചേച്ചി മാത്രല്ല, ചേച്ചിയുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ഈ ചേച്ചി വാ ആദ്യം. പൈസ തരാന്ന് വീണ്ടും റിപ്പീറ്റ്ലി പറയല്ലേ ചേട്ടാ. പിന്നെ എന്നാ ചേച്ചിയുടെ പൈസ വാങ്ങിച്ചാൽ പോരേന്നാ? ബാബാ ഇറങ്ങി വാന്ന് പറഞ്ഞില്ലേ വേറൊരു ചേച്ചി. കമ്മിങ് വാ. ഒളിച്ച് നിൽക്കാതെ ഇറങ്ങി വാടേ. പൈസ തരാന്ന് പറഞ്ഞില്ലേ ഞങ്ങള്? പിന്നെ എന്നാ ഈ കടക്കാരനൊരു എത്തിക്സില്ല കേട്ടെ. പൈസ തരാന്ന് പറഞ്ഞു മോഷ്ടിച്ചാന്താ ഒരു പൈസ തരല്ലേ? അവളമാരെ ചെവരെ പിടിച്ച് വരയ്ക്കണം. തന്തയില്ലാതെ പ്രവർത്തിയും കാണിച്ചു വെച്ചിട്ട് പിന്നെ പൈസ തരാന്ന്. പിന്നെ എന്നാ ഓണാത്തിനാണ് നീയൊക്കെ പൈസ കൊടുക്കുന്നത്? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. മോഷണം നടത്തിയിട്ട് പിന്നെ പൈസ കൊടുക്കാന്ന്? നിന്റെയൊക്കെ കിടുതാപ്പ് നിറച്ച് നീയൊക്കെ അടിച്ചു മാറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ജെട്ടി എടുത്തോണ്ട് പോകത്തുണ്ട്. ഇത് ജെട്ടിയും ബാടി ഹൂക്കും കൂടിയൊക്കെ നിങ്ങൾക്ക് അടിച്ചോണ്ട് പോയില്ല. അതുലെ കൺട്രോൾ ചെയ്യടാ.
അവർ ചെയ്ത് ജോലിക്കെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുക. ബാഗിൻ്റെ അകത്ത് ചുവന്ന് കയറ്റി വെച്ച് ഇനി ഇതിനെല്ലാം ചുവന്ന് വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പോണ വഴിക്ക് വേറെ കടയിൽ കൊണ്ട് മറിച്ച് വയ്ക്കണം. എന്തൊക്കെ റിസ്കി കാര്യങ്ങളാണ് കിടക്കുന്നത്. പാവം. അതാരാ? ഓ, തൂക്കി ചുവന്ന കരങ്ങളോടെ ആ നിപ്പ് കണ്ട. എന്താടാ ഞാൻ മോട്ടിക്കും പൈസ എന്നാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നാത്തിനാ നീ ഇവിടെ തിളയ്ക്കുന്നേ? കൊച്ചു മോട്ടിച്ചാന്ത് പൈസ തരാന്ന് പറഞ്ഞു, നീ എന്നാത്തിനാ തിളയ്ക്കുന്ന? ആ ഒരു ഷോർട്ട് ലുക്കിലല്ലേ നിൽക്കുന്നത്. ചേച്ചി എന്തായാലും ആദ്യത്തെ ചേച്ചി പിടിക്കപ്പെട്ടു. അപ്പൊ ആദ്യത്തെ ചേച്ചി ആദ്യമേ പറഞ്ഞു ഞങ്ങൾ പൈസ തരാം. അപ്പൊ മറ്റവളെ തൂക്കിയിട്ട് കൊടുത്ത്, നീ എന്നെ പെടുത്തില്ലേടി നായിന്റെ മോളെന്ന് ആ ചേച്ചി. എന്തായാലും ചേച്ചി ഓൾറെഡി എല്ലാം പാക്ക് ചെയ്തിട്ട് പോവാൻ കണക്കിന് തോളിൽ ബാഗ് തൂക്കി നിൽക്കുകയാണ്. ഏത് ഈ രണ്ടാമത്തെ ചേച്ചി. പിന്നെ അത് ഞാൻ തുറക്കാലോ, കൂളായിട്ട് കുട ഇടാക്കിയിട്ട് ഞാൻ കുട വെച്ചിട്ട് ബാഗ് ഇപ്പൊ തുറന്നു തരും. ഞാൻ ഈ വര കണ്ടപ്പോ ചോദിച്ചു ചേച്ചി സേഫാണ്, ചേച്ചിയുടെ ബാഗിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന്. ആദ്യത്തെ ചേച്ചി രണ്ടാമത്തെ ചേച്ചിയും കൊള്ളാം. പിന്നെ ഞാൻ തുറക്കാലോ. വലിയ അന്തസ്സുള്ള കള്ളി. പിന്നെന്ത് മോഷ്ടിച്ചെന്ത്? ഞാൻ അന്തസ്സായിട്ട് പറയും പിടിക്കപ്പെട്ട് ഞാൻ മോഷ്ടിച്ചെന്ന്. എന്നാ ബാഗിൻ്റെ നീ കണ്ടോടാ കുട്ടാ എന്ന് പറഞ്ഞ തുറന്ന് കാണിക്കുകയാണ്. ഇവളമാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഏതാടാ യൂണിവേഴ്സ്. അച്ചോടാ ചിരിയൊക്കെ ഉണ്ടാ. അതൊക്കണ്ണ പാത്താങ്ക ലവ് താനാ തോന്നൂത്. ഒരു ചിരി കണ്ടാൽ അത് കണ്ടാൽ അത് മതി, അത് മതി. എടാ നിനക്ക് മനസ്സിലായില്ലേടാ ഇതുവരെ? അവര് പറയുന്ന കേട്ടോ, ഞാൻ വേറെ ഒന്നും അവര് പറയുന്ന കേട്ടില്ല. നിനക്ക് പൈസ തരാം, ഞാൻ പൈസ തരാം. ഇത്രയ്ക്ക് കാശുള്ള ഇവർ എന്നാത്തിനാ മോഷ്ടിക്ക് ഇറങ്ങിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും കയ്യിൽ കാശുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു ചിലവർക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്, എന്തെങ്കിലും മോഷ്ടിച്ച് തിന്നാലേ ഇറങ്ങത്തുള്ളൂ. ചിലവർ മറ്റേ കിങ്ലെയറിൽ പറഞ്ഞതുപോലെ നാട്ടുകാരെയൊക്കെ പറ്റിച്ചിങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് തിന്നാലേ തൊണ്ടായി കൂടി ഇറങ്ങുമെന്ന് പറയുന്നത് പോലെയാണ്. കട്ട് തിന്നാലേ ഇറങ്ങത്തുള്ളൂ ചേച്ചിമാർക്ക്. ഇതൊക്കെ പറഞ്ഞാലും ചേച്ചി പിടിക്കാൻ പെട്ടപ്പോൾ ആ പൈസ കൊടുക്കാൻ കാണിച്ച മനസ്സ് അത് കണ്ടില്ലെന്ന് ആരും നടിക്കരുത്. ഞങ്ങൾ നാണം കെടുത്തല്ലേ, നാണം കെടുത്തൽ. ഇത്രയും കെഞ്ചിയില്ലടാ, ഇനി പൈസ വാങ്ങിച്ചിട്ട് വിട്. നാണം കെടുത്തരുത് കോപ്പ്. കഷ്ടപ്പെട്ട് മോഷ്ടിച്ച് ബാഗിലാക്കി പോകുന്ന വഴിക്ക് ഇനി ഓട്ടോ പിടിച്ച് പോയി വീട്ടിൽ എത്തി. ഇതൊക്കെ എന്ത് പരിപാടി കിടക്കണം. ഇട്ടിരിക്കുന്ന ഡ്രസ്സും കൂടി ഊരി വാങ്ങടാ. മിക്കവാറും അതും നിന്റെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കും. ഇനി ജഡ്ഡി വല്ലതും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വരെ അടിച്ചു മാറ്റി ട്രയൽ റൂമിൽ കയറി ഇട്ട് കാണും. എനിക്കറിയാൻ പാടില്ല. എന്തായാലും കൊള്ളാം, നല്ലൊരു തുടക്കമാവട്ടെ. ആ കൂടി അവൻ്റെ കടയിൽ ഒരു പട്ടിക്കുഞ്ഞും ഉണ്ടാവും തോന്നുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടി രണ്ടാൾക്കാർ വന്നപ്പോൾ അതിനവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇനി CCTV ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. CCTV ഉണ്ടായിട്ട് മോഷ്ടിച്ചെങ്കിൽ ഇവളുമാർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് തരാം. ഇനി CCTV പ്രാഥമിക നിരീക്ഷണത്തിൽ കാണാതെയാണോ കയറി മോഷ്ടിച്ചതെന്നും അറിയാൻ പറ്റില്ല. എന്തായാലും മോഷണം നടത്തി മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെയൊക്കെ കാലത്ത് പണ്ടത്തെ പോലെ അല്ലടേ. പണ്ട് മോഷണമൊക്കെ നടത്തി കഴിഞ്ഞാൽ സേഫായിട്ട് പോകും. ഇന്ന് അങ്ങനെയൊന്നും അല്ല. ഇനി 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു കടയിൽ കയറി മോഷണം നടത്തി ചിലപ്പോൾ അവർ ശ്രദ്ധിക്കത്തില്ല. അത് അല്ലാണ്ട് ഇതൊക്കെ ഒരു പട്ടിക്കുഞ്ഞു പോലും വരാതിരിക്കുന്ന ഏതൊരു ഷോപ്പായിരുന്നു. അവിടെ കയറി നീ മോഷണം നടത്തി കഴിഞ്ഞാൽ നിന്നെ തൂക്കം വലിയ പാടാണോ? ക്യാമറ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ക്യാമറ കാണത്തില്ലായിരിക്കും. അത് കണ്ടും കൊണ്ടായിരിക്കും മോഷണം നടത്താൻ പോയത്. 4, 3, 7 തുണിയുള്ള കടയിൽ കയറിയിട്ട് 6 തുണിയും മോഷ്ടിച്ചിട്ട് ഒരെണ്ണം പോലും വാങ്ങാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിന്നെ തൂക്കാൻ വലിയ പാടാണോ ഈ കൊച്ചേ? കാലി ബാഗുമായിട്ട് വന്നിട്ട് തിരിച്ച് വീർപ്പിച്ചുകൊണ്ട് പോകുന്നു. എന്തെങ്കിലും കടയിൽ നിന്ന് പർച്ചേസ് ചെയ്താ ഇല്ല. പിന്നെ എന്നാത്താ നീ കോണാത്തില്ല എന്ത് വലിച്ച് കയറ്റിയതാ? അതുകൊണ്ട് ബോധവും വിവരവും ഇല്ലാതൊക്കെ മോഷ്ടിക്ക് ഇറങ്ങല്ലേ. കഷ്ടം. മോഷണം ചെയ്യുന്ന കള്ളന്മാർക്കും കൂടി അവമാനമായില്ലേ ഇവളൊക്കെ. അയ്യോ. എന്നാലും ഏതാണ് ഈ കട? ഗുരു ട്രേഡേഴ്സ് മധുരയാ? ഗുരു ട്രേഡേഴ്സ് മധുരൈ അങ്ങനെ ഒരു കവറാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ മലയാളമാണല്ലോ സംസാരിച്ചത്. ഇനി ഗുരു ട്രേഡേഴ്സ് മധുരയുടെ കവർ കൊണ്ട് അവിടെ വെച്ചതാവും. ചിലപ്പോൾ മധുരയിൽ നിന്ന് വന്ന മോഷ്ടാക്കളായിരിക്കും. എന്തായാലും കൊള്ളാം. ചില തമിഴ് നാട്ടിലെന്നും ബംഗാളികളൊക്കെ വന്ന് ഇവിടെ മോഷണങ്ങൾ നടത്താറുണ്ട്. ഇത് പക്ഷെ മലയാളികളാണ്. പൈസ തരാൻ ചേട്ടാ, പൈസ തരാൻ സെട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴേക്ക് തോന്നുന്നു മലയാളികളാണ്. എടി നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ. ഇതിനേക്കാളും നല്ലതേ പാലത്തിൻ്റെ അടി പോയി രാത്രി കൊനിഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാളും പൈസയും കിട്ടും കേട്ടോ. ഇങ്ങനെ മറ്റുള്ളവൻ്റെ സാമാനം കെടുതാപ്പ് എടുത്തോണ്ട് പോയിട്ട് ഒന്നും പറയണില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ അതുവരെ ഇങ്ങനെ സംസാരിക്കല്ലേ എന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പറയുന്നതാണല്ലോ ഞാൻ കേൾക്കുന്നത്. കേരളത്തിൽ മോഷണങ്ങൾ കൂടി വരികയാണ് സുഹൃത്തുക്കളെ. ഇത് ഇവളുമാരുടേത് ബ്ലർ ചെയ്ത സാധനം.
പൈസ കൊടുക്കാന്ന് പറഞ്ഞു. നാണമ്മാനം ഉണ്ടായിരുന്ന നീ ഈ പരിപാടിക്ക് നിൽക്കുപടി. നാണമ്മാനം ഇല്ലാത്തവളുമാരെ. കേരളത്തിൽ ഇത് കുറച്ചൊന്നുമല്ല കേട്ടോ മോഷണം. ഇടയ്ക്കൊരു കിളവൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ദിവസമൊക്കെ തന്നെ ആയെന്ന് തോന്നുന്നു. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും തമിഴ് ന്യൂസാണ് പക്ഷേ ന്യൂസ് കേളുങ്ക. കിളവനും മറ്റേ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. എവിടെ പോവാൻ? കാലൻ്റെ അടുത്തോട്ട് പോവാൻ. ആ പ്രായമായപ്പോഴും മോഷണത്തിനൊരു കുറവുമില്ല കാണാം. അച്ചോടാ എടുക്കണ എടുപ്പ് നോക്ക്. പാവം പച്ചവെള്ളം ചവച്ച് കുടിക്കണ പിഞ്ച് കളവാൻ. നൈസായിട്ട് അങ്ങ് എടുക്കുക. സമയം നോക്കി എടുത്തായിരിക്കും. ഏട് കൊണ്ടുപോ. പോക്കറ്റ് ഇട്. ഷെഡിക്കകത്ത് കയറ്റ്. പൊക്കോ. ചൽക്കയോ ആവോ ജൽദി ആവോ. രംഗ് ബിരങ്കി കാഗസിലാവോ. പറട്ട കിളവൻ ഗോണ്ടം വാങ്ങാൻ വന്നേന്ന് തോന്നുന്നു. എൻഷുറിന്റെ പൊടിയും വാങ്ങിച്ചോണ്ട് പോണേ. കിളവന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറില്ല. എൻഷുർ മറ്റേ ന്യൂട്രീഷൻ അടിച്ച് കയറ്റുക കിളവൻ. എന്നിട്ട് ഫോണും അടിച്ചോണ്ട് പോയി പറട്ട കിളവൻ. കിളവന് ക്യാമറ ഇരിക്കണുണ്ട് ഇവിടെ. കിളവൻ വിചാരിച്ചാണ് മറ്റേ ബൾബ് കത്തിച്ച് വെച്ചിരിക്കണം. ക്യാമറ ഇട്ടാ തിരിച്ചറിഞ്ഞു തൊട്ടാ പറട്ട കിളവൻ. മോഷണം നടത്താൻ വന്നിരിക്കുന്നു വയസ്സാം കാലത്ത്. ഇവനെയൊക്കെ ആസിഡ് ഒഴിച്ച് കുണ്ടിയിൽ വിടണം, അല്ലെങ്കിൽ ഇവനൊന്നും പഠിക്കത്തില്ല. ആ പെണ്ണിൻ്റെ മൊബൈൽ അടിച്ചോണ്ട് പോയി. എന്തായാലും കിളവനെ തൂക്കി കാണാം. മോന്ത കറക്റ്റായിട്ട് പറഞ്ഞല്ലേ പാരട്ട കിളവൻ. എടാ കിളവ തനിക്ക് ബോധമില്ലേ? മൊബൈൽ കാണാതെ വരുമ്പം ഉറപ്പായിട്ട് CCTV ചെക്ക് ചെയ്യും. അപ്പോൾ തന്നെ പോലത്തെ ഒരു വധൂരി അത് അറ്റ്ലീസ്റ്റ് മാർക്ക് വെച്ചിരുന്നെങ്കിൽ വീണ്ടും വധൂരി തൻ്റെ മോന്ത നല്ലോണം അതിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവനൊക്കെ പെട്ടെന്ന് എന്താ കുറ്റിയും പറിച്ചുകൊണ്ട് വരും. ഇനി അടുത്ത പോകണ്ട. വാ. கேரளாவில் நகைக்கடை ஊழியர்களை தந்திரமாக ஏமாற்றி கேரளா நியூஸ் தமிழ்ல சொல்றேன். கைது செய்யப்பட்டுள்ளார். கேரள மாநிலம் மாஹே பசிலிக்கா அருகே நகை கடைக்கு வந்த கண்ணூரைச் சேர்ந்த ஆயிஷா தங்க நகை வாங்குவது போல் வந்துள்ளார். ஊழியரை திசை திருப்பி யாரும் பார்க்காதவாறு 3 கிராம் திருடி வைத்துக் கொண்டார். CCTVயில் ஆயிஷா நகையை திருடியது தெரிய வந்ததை அடுத்து நகைக்கடை உரிமையாளர் போலீசில் புகார் அளித்தார். புகாரை தொடர்ந்து மாஹே போலீசார் விசாரணை நடத்தி கண்ணூரைச் சேர்ந்த ஆயிஷாவை கைது செய்தனர். അവർക്ക് നഗക്കടയിൽ കയറി, സ്വർണ്ണക്കടയിൽ കയറി സ്വർണ്ണം മോഷണം. കൊള്ളാലോടി പെണ്ണെ നീ. വാസുണ്ണം പറഞ്ഞതുപോലെ ഏതെങ്കിലും മോഷ്ടിക്കുന്ന പെണ്ണിനെ കെട്ടണം. എന്നിട്ട് അവളെ മോഷ്ടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ നിന്ന് സുഖമായിട്ട് തിന്നു ഇരിക്കണം. കൊള്ളാലോ ഇവളുമാരൊക്കെ. എന്തായാലും മോഷണം കുലത്തൊഴിലാക്കിയ നിനക്കൊക്കെ ബോധമില്ലേടി? അറ്റ്ലീസ്റ്റ് സാമാന്യ ബോധം. സ്വർണ്ണക്കടയിൽ ക്യാമറ ഉണ്ടാവും എന്നുള്ള പോലും വിവരമില്ലാത്ത ഇവളുമാരൊക്കെ എന്നാ പണ്ണോ തെറിയവേ ഇല്ല. എടേ തോന്നണ്ടേ, എന്തായാലും ഇന്നത്തെ കാലത്ത് ഇതെല്ലാം പിടിക്കപ്പെടും. പിന്നെ എന്നാ തേങ്ങ ഇവളുമാരെ മോഷ്ടിക്കിറങ്ങുന്നത് എനിക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല. ചേച്ചിയുടെ സൗന്ദര്യം കണ്ട തട്ടമൊക്കെ ഇട്ടിരിക്കുന്നത്. തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരു മുല്ലമട്ടിലോറും അത്തറന്ന് വേണ്ടേ എൻ്റെ കൂട്ടുകാരി, അത്തറന്ന് വേണ്ടേ സുൽത്താൻ്റെ ചെലുക്കരി, എൻ്റെ പൊഞ്ചിരി പാലിനുള്ളിലെ പഞ്ചസാരയായി വാ, നെഞ്ചിള്ള ദഫ് മുട്ട നീ മങ്ങുവാ, ലാലനങ്ങളിൽ നീ കീഴുവാൻ കൈത്താളമിട്ടൊന്നു കാണുവാൻ, എൻ്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരി, തട്ടമിട്ടു ഞാൻ കാത്തു വച്ചൊരൻ മുല്ലമുട്ടിലോരം അത്തറന്ന് വേണ്ടേ അത്തറന്ന് വേണ്ടേ. എന്തായാലും കൊള്ളാം. ചേച്ചി മൂഞ്ചി സ്വർണ്ണക്കടയിൽ കയറി മോഷണം നടത്തി. ഇവളുമാരൊക്കെ മടൽ വെട്ടിയിടിക്കണം. ഇതെന്താ മോഷണം? പുതിയ മോഷണം കാണട്ടെ. വിവാഹ വീട്ടിൽ വൻ മോഷണം. വധുവിന്റെയും ബന്ധുവിന്റെയും ആഭരണങ്ങൾ നഷ്ടമായി. കോഴിക്കോട് പേരാമ്പ്രയിലാണ് സംഭവം. ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടി ബാത്റൂമിൽ ഫ്ലഷ് ടാങ്കിനുള്ളിൽ കണ്ടെത്തി. വിവാഹ വീട്ടിലെ മോഷണങ്ങൾ തുടർക്കഥയാകും. സംഭവത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും എത്തി അന്വേഷണം ആരംഭിച്ചു. വിവാഹ പാർട്ടികളോട് സൂക്ഷിക്കണമെന്നും പോലീസ് നിർദ്ദേശമുണ്ട്. സൂപ്പർ. എവിടെ നോക്കിയാലും മോഷണം മോഷണം മോഷണം. കള്ളന്മാർക്കൊന്നും ഉറക്കമില്ലേടേ. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ആരും വരാത്തത് ഞാനിവിടെ ഉറങ്ങുമ്പോൾ രാവിലെ ആവുന്നതുകൊണ്ടായിരിക്കും. എന്നും പറഞ്ഞ് വരല്ലേട്ടാ. ഞാനും സത്യമായിട്ടും വല്ലതും അടിച്ചു കൊല്ലും. എൻ്റെ വീട്ടിൽ വന്നാൽ എന്നെ ആദ്യം കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ വല്ലതും അടിച്ചു കൊല്ലും. ഉള്ള കാര്യം പറയാം. ഞാൻ തിരിഞ്ഞൊന്നും നോക്കില്ല. അരികോ കള്ളൻ വന്നേ പോലീസ് വന്നേന്നൊന്നും വിളിക്കാൻ നിൽക്കില്ല. എൻ്റെ കണ്ണിൽ വല്ലവനെ പെട്ടാൽ ഞാൻ തലക്കടിച്ചു കൊല്ലും. ഉള്ള കാര്യം പറയാം. പിന്നെ ഉള്ളു ബാക്കി. ഞാൻ എൻ്റെ സുരക്ഷിതത്വം ആദ്യം നോക്കും. പോലീസിനെയൊക്കെ പിന്നെ ഞാൻ വിളിക്കുള്ളൂ. അതിരിക്കട്ടെ.
ഇനി ഇത് ഏത് അമ്പലത്തില് മോഷണോ? എന്തുപാടാ ഇത്? തെയ്യമാണല്ലോ. ആ അതാ അമ്മച്ചി വന്നിരിക്കുകയാണ്, ഇതാ വന്നിരിക്കുകയാണ്, അതാ തൂക്കുകയാണ്. എന്തുവാടെ ഫ്രണ്ടിരിക്കുന്ന അമ്മച്ചിക്ക് കഴുത്ത് കൈ വെച്ചിട്ട് അറിയുന്നില്ലേ? അതാ അമ്മച്ചി തൂക്കുകയാണ്. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന. എന്നാ മോഷണോടെ ഇതൊക്കെ? ഇതൊക്കെ ഏതാടെ യൂണിവേഴ്സ്? സമ്മതിച്ചൊന്നും പണയാനില്ല. അമ്പലത്തിലും തെയ്യത്തിന്റെ അടുത്തും വന്ന് മോഷണം. പിന്നെ ഇവളൊക്കെ എങ്ങനെയുടെ ദൈവം അനുഗ്രഹിക്കും? അപരാധികൾ അമ്മച്ചിമാരായ ഉള്ളതുപോലെ ഇരിക്കാൻ മതി. അമ്മച്ചിയുടെ മാല പോയി, ഇന്ന് അമൂഞ്ചി മറ്റുള്ള അടിച്ചോണ്ട് പോയി. ഇതാ പോണം അമ്മച്ചി. വല്ലാത്ത അവസ്ഥ. തേഞ്ഞൊട്ടി അമ്മച്ചിക്ക് വയസ്സാം കാലത്ത് മാല ഇട്ടോണ്ട് വന്നിട്ട് വേറൊരുത്ത് കഴുത്തി കയറി പിടിച്ചിട്ട് പോലും അമ്മച്ചിക്ക് മനസ്സിലാവണില്ല പോലും. തുണിക്കടയിൽ മോഷണം, കക്കൂസി മോഷണം, കാലടിയിൽ മോഷണം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കട്ടെ, മൊത്തം മോഷണം. ഒന്നും പണയാനില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകളടെ. ഒന്നും പറയാനില്ല. തുണിക്കടയിൽ അവളുമാര് ബാഗ് നിറച്ച് ഷെഡിയും പാടിയും വരെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. എന്തൊക്കെ കാണണമെന്ന് ഈ കൊച്ചു ജീവിതത്തിൽ. അതിലോട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യും. ഇവക്കൊക്കെ സാമാന്യ ബോധമില്ല. ഇന്നത്തെ കാലം അതിലൂടെ ക്യാമറ എല്ലാം ഉള്ളതുപോലെ തിരിച്ചറിഞ്ഞിടാതെ ബോധമില്ലാതെ മോഷണം നടത്തി പിടിക്കപ്പെട്ടോണ്ടിരിക്കുക. ഒന്നുമില്ല അവിടെ. എൻ്റെ പുതിയ മോതിരം എങ്ങനെയുണ്ട് ഗൈസ്? വില നിങ്ങൾ ഗസ് ചെയ്യും ലാസ്റ്റ് വരെ വീഡിയോ കണ്ട. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ടാണ്.